ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സീറ്റ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ചൂടത്തൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നത്. നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിംഗ് കേട്ടോ. മാങ്ങ ഇപ്പോൾ കിട്ടുന്ന ഒന്നാണ്. മാങ്ങയും റൈസും വെച്ചിട്ട് ഉണ്ടാക്കിയൊരു പുഡിംഗാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 2 മാങ്ങയാണ് എടുത്തത്. അത്യാവശ്യം വലുപ്പമുള്ള നല്ല മധുരമുള്ള മാങ്ങ കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് ബിരിയാണി റൈസാണ്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ജീരകശാല ബിരിയാണി റൈസ് കുതിർത്ത് വെച്ചതാട്ടോ. വെള്ളത്തിൽ 2 മണിക്കൂർ കുതിർത്ത് വെച്ച അരിയാണിത്. 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഈ മാങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരിച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആ 2 മാങ്ങയും നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മിക്സി കഴുകിയ വെള്ളം 2 ടേബിൾ സ്പൂൺ വെള്ളമല്ലേ അതുകൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തതാണ്. ഞാൻ അങ്ങനെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക. കാരണം നമ്മളത് പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ മിക്സ് ആക്കുമ്പോൾ പിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ മാംഗോ. ഇനി നമുക്ക് റൈസ് ഒന്ന് ചെറിയ ജാറിലിട്ടിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണേ. നമ്മൾ ആ ബിരിയാണി റൈസ് കുതിർത്ത് വെക്കണം കേട്ടോ. എന്നാലേ നമുക്കിങ്ങനെ അരിഞ്ഞ് കിട്ടും. ഇതാ ഈ രീതിയിൽ അരിയണം കേട്ടോ. അതാ നന്നായിട്ട് ചെറുതായ തരിയേ പാടുള്ളൂ, അധികം വലുത് പറ്റൂല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര അല്ല കണ്ടൻസ് മിൽക്കോ ആണ് നിങ്ങൾ ഒഴിക്കേണ്ടത്. കണ്ടൻസ് മിൽക്കാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം പോരാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ചൂടാക്കുമ്പോൾ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1.5 കപ്പോളം ഉണ്ടത്. അതൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാൻ വെക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച അരിയില്ലേ, പഞ്ചസാരയും അരിയുടെയും അരച്ച് വെച്ചത്, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് കുറുക്കി ഒന്ന് വേവിച്ചെടുക്കണം. ഇത് കുറുകി വരും. നമ്മൾ ആ റൈസ് ആയതുകൊണ്ട് കുറുകി വരും. ഇത് കുറഞ്ഞ നമ്മൾ 3 ടേബിൾ സ്പൂൺ റൈസേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കുറുകി വരും കണ്ടോ. ഇതിപ്പോൾ അതാ വെന്ത് വന്നിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ആ പാലും പഞ്ചസാരയും റൈസും എല്ലാം കൂടിയുള്ള മിക്സ് ആട്ടത്. അപ്പോൾ നിങ്ങൾ പഞ്ചസാര ഇപ്പം നോക്കുക. കുറവാണെങ്കിൽ നിങ്ങൾ തണുപ്പിച്ച് കഴിക്കേണ്ടതാണിത്. അതുകൊണ്ട് കുറവാണെങ്കിൽ കുറച്ചുകൂടി മധുരം ഇട്ട് കൊടുക്കണേ. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. 1/2 ടീസ്പൂൺ പറയാൻ വിട്ടുപോയി, 2 ഇടയ്ക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ മാങ്ങ നമ്മൾ എടുത്ത് വെച്ചില്ല, അതിനോ വേവിച്ച് വെച്ച ആ മാങ്ങയിലേക്ക് നമ്മൾ ആ പാലിൽ കുറുക്കിയ ജീരകശാല റൈസില്ല അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുക്കുക വേണ്ടത് ലാസ്റ്റ്. അപ്പോൾ നിങ്ങൾ മിക്സ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നിങ്ങളിത് മാങ്ങയും ആ റൈസ് പുഡിങ്ങും കൂടി മിക്സ് ആക്കാവും കേട്ടോ. റൈസ് നമ്മൾ പാല് വേവിച്ചത് മിക്സ് ആക്കാവും. പിന്നെ ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ലാസ്റ്റ് ഇട്ട് കൊടുത്തത്, 2 ടേബിൾ സ്പൂൺ. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് തണുപ്പിക്കാൻ വെക്കുക ഫ്രിഡ്ജിൽ. അതിന് ശേഷമാണ് നമ്മളിങ്ങനെ സെർവ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ സെറ്റാക്കിയിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ മാങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് മാങ്ങ പീസ് അടിയിൽ ഇട്ട് കൊടുക്കുക, മുകൾ ഭാഗത്തുമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ മുകൾ ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുറച്ച് മാങ്ങ എടുത്ത് വെച്ചിരുന്നു, അത് ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇത് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ചൂടത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു റൈസ് പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നുമില്ലാതെ നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചിട്ടുണ്ടാക്കിയ ഒരു അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. മാങ്ങ അപ്പോൾ കിട്ടാൻ നല്ല സീസണല്ലേ, മാങ്ങേൻ്റെ സീസണാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ബദാം പിസ്തയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. വിരുന്നുകാരൊക്കെ വരുമ്പോൾ അങ്ങനെ കൊടുക്കേണ്ടി അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തട്ടോ. എന്നാൽ ഞാൻ വീഡിയോ ഇടുന്നൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. എൻ്റെ മുമ്പായിട്ട് വീഡിയോകളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ല റെസിപ്പിയായിട്ട് അടുത്ത് വരുന്നതാണ്. അപ്പോൾ ഈ മാംഗോ പുഡിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയാണ് കേട്ടോ. ബൈ, അസ്സലാമു അലൈക്കും.